ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മുഖ്യ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മക്കൾ പുറത്ത് പോയി റെസ്റ്റോറൻറ്റിൽ കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയാണ്. പക്ഷേ ഒബ്വിയസ്ലി നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടിയ അങ്ങനത്തെ സൈസിൽ ആയിട്ടില്ല, അത്ര ഒരു ക്രീമി ടെക്സ്ചർ വന്നിട്ടില്ല. അപ്പോൾ ഇത് കാണിച്ചാൽ നിങ്ങൾക്ക് അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമല്ലോ എന്ന് വെച്ചിട്ടാട്ടോ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മുഴുവനായിട്ട് കണ്ടിട്ട് എവിടെ മിസ്റ്റേക്ക് ഉള്ളത് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ഞാൻ ചെയ്തത് ആദ്യം തന്നെ പാസ്ത വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടോ. അപ്പോൾ അപ്പുറത്ത് അടുപ്പത്ത് പാസ്ത ആവുന്നുണ്ട്, ഇപ്പുറത്ത് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ്റെ പീസസ്, അത് ചെറുതായിട്ട് എരിഞ്ഞ ചിക്കൻ പീസസ് ഇട്ടിട്ട് പെപ്പറും കുറച്ച് സോൾട്ടും ഇട്ടിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടോ. അങ്ങനെ ഇത് വേവിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പാസ്ത ആയി, അത് ഞാൻ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചതാണ് ഈ കാണുന്നത്. അങ്ങനെ ഇതായി അപ്പുറത്ത് ചിക്കനും ആവുന്നുണ്ട്. അങ്ങനെ അത് ചിക്കൻ നല്ലതുപോലെ ആയതിനു ശേഷം ചിക്കൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ചിക്കൻ മാറ്റിയതിന് ശേഷം ആ പാനിലേക്ക് ബട്ടർ ആവശ്യത്തിന് ഇട്ടു. ബട്ടർ നല്ലതുപോലെ ഒന്ന് മെൽട്ടായി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചെറുതായിട്ട് അരിഞ്ഞ സവോളയും ഗാർലിക്കും ഇട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നല്ലതുപോലെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ പാകം ശരിക്കും അറിയാത്തതുകൊണ്ട് മീഡിയമായിട്ട് ചെയ്താൽ മതി, അത് അല്ലാതെ നല്ലതുപോലെ ആക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നല്ലതുപോലെ സോട്ട് ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ സോട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് മൈദയാണ് ഇട്ടത്. മൈദ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു. പക്ഷേ മൈദ ഇട്ടപ്പം കുറച്ച് കട്ട പിടിച്ചു കേട്ടോ. പക്ഷേ കണ്ട വീഡിയോസിലൊക്കെ പറഞ്ഞത് അങ്ങനെ ലെംസ് ഉണ്ടാവരുത് എന്നാണ്. പക്ഷേ ഇത് കുറച്ച് കട്ട പിടിച്ചു പോയി. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പാലൊഴിച്ചതിന് ശേഷം നല്ലൊരു വിസ്കർ വെച്ചിട്ടാട്ടോ പിന്നെ ഇളക്കിയത്. ഈ തവി ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് വിസ്കർ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ ലെംസ് പോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു അറിയാം, അതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുത്തു. ഒറിഗാനോ ഇതിലും വളരെ മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണെന്നാണ് കണ്ട വീഡിയോസിലെല്ലാം പറഞ്ഞത്. അങ്ങനെ ഒറിഗാനോ ഇട്ട് കൊടുത്തു. ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ചേർത്തത് ചീസിൻ്റെ സ്ലൈസാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് പാമസോൺ ആണെങ്കിലോ മൊസറല്ല ഏതാ വെച്ചാൽ ചേർക്കാം, കിട്ടണത് വെച്ചിട്ട്. പക്ഷെ ഞാനിവിടെ ചീസിൻ്റെ സാധാ കിട്ടുന്ന അൺസാൾട്ടഡ് ആയിട്ടുള്ള ചീസിൻ്റെ സ്ലൈസാണ് ചേർത്ത് കൊടുത്തത്. അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്ത് അപ്പോൾ എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്തു, കുറച്ച് പെപ്പറും കുറച്ച് സോൾട്ടും ചേർത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ഇട്ടു കേട്ടോ. പാസ്ത ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഈ പാൻ എന്താ പറയുക, ഇത് വളരെ നല്ലതുപോലെ മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ കുറച്ച് പാസ്തേൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടിയിരുന്നു വെന്ത് കഴിഞ്ഞപ്പം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പാത്രം വേറെ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസും ഇട്ടു, കുറച്ചധികം ചീസും ഇട്ടു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. കാരണം നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ട അത്ര ക്രീമി സംഭവമില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ അറിയുന്ന ആൾക്കാരൊന്നും എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. കാരണം മക്കൾക്ക് ഇങ്ങനെയാണെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടു, അവർ കഴിച്ചു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയണ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണേ. എന്താ സത്യം പറഞ്ഞത് ഇങ്ങനെ കുറച്ചും കൂടി ക്രീമി ആവുക എന്നുള്ളത് ആ ഒരു അഡ്വൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഞാൻ എന്താ പറയുക ഈ വീഡിയോ കാണിച്ചു തരാമെന്ന് തന്നെ വിചാരിച്ചത്. ഇനി പുതിയൊരു വീഡിയോ വരുന്നവരേക്കും കാണാം. ഓക്കെ, ബൈ, സീ യു.